മൂല്യനിർണ്ണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അതീവ ഗൗരവകരമായൊരു വാർത്തയാണ്. 1.25 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലെ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിന് വിട്ടുപോയി എന്ന് ഇപ്പോൾ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 228 പേർ എഴുതിയ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ മാർക്കിൽ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിലേക്ക് നൽകിയ ഉത്തര പേപ്പറിൽ നിന്ന് വിട്ടുപോയി എന്ന ന്യായം ഇപ്പോൾ പറയുമ്പോൾ 1 വർഷക്കാലം മുമ്പ് ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം പോലും നടന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായൊരു കാര്യം കൂടിയാണ്. ഇതിൽ ആസൂത്രിതമായ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ തെറ്റുപറയാൻ സാധിക്കില്ല. കാരണം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഭാഗമായി സർവീസിൽ കയറിയ 1-ാം റാങ്കുകാരൻ ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകനും നേതാവുമായ ഒരാൾ കൂടിയാണ്. വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അപേക്ഷയും അപ്പീലും PSC തള്ളിക്കളഞ്ഞതും അതിനുശേഷം ആലപ്പുഴ മുഹമ്മ സ്വദേശിയായ VS ജയലാൽ അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷനിലേക്ക് പരാതിയുമായി പോവുകയും അങ്ങനെ അത്തരമൊരു ഘട്ടത്തിലാണ് ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് PSC ഈ ഉത്തരക്കടലാസ് നൽകാൻ വേണ്ടി തയ്യാറായത്. അവിടെയാണ് 10 ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അപ്പോൾ 10 ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിരുന്നെങ്കിൽ ഈ റാങ്ക് പട്ടികയിൽ സ്വാഭാവികമായും ഒരു വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് ഉദ്യോഗാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. PSC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം, ഉത്തരക്കടലാസിന് വേണ്ടി അപേക്ഷിക്കണം എന്നുള്ളതാണ് നിയമം. എന്നാൽ എത്ര കാലത്തിനുള്ളിൽ ഉത്തരക്കടലാസ് നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പലപ്പോഴും ഈ ഒരു അവസരം മുതലെടുത്ത് 15 ദിവസത്തിനുള്ളിൽ അപേക്ഷിച്ചാലും 1 വർഷവും അതിനപ്പുറത്തേക്കും നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് നിയമനം നൽകിയ ആളുകളുടെ നിയമനത്തെ സാധുവൽക്കരിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ തന്നെ 1 വർഷക്കാലം നീണ്ടു നിന്ന പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഉത്തരങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ നിയമനം നേടിയ ആളുകളെ സംബന്ധിച്ച് മുഴുവൻ ഉത്തരങ്ങളും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ച ആളുകളുടെ നിയമനം റദ്ദ് ചെയ്യണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. സമാനമായി തന്നെ KAS-ലും സമാനമായ നിരവധി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. KAS-ലും ഇൻഫർമേഷൻ ഓഫീസർ PRD-യുമായി ബന്ധപ്പെട്ടും പ്ലാനിംഗ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒട്ടനവധിയായ പരാതികൾ നിലനിൽക്കുന്നു. നമുക്കറിയാം, പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശിവരഞ്ജിത്തും നസീമും എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കന്മാർക്ക് പോലും ചോദ്യപേപ്പർ നേരത്തെ ചോർന്നു കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരങ്ങൾ എഴുതുകയും റാങ്ക് പട്ടികയിൽ 1-ാം റാങ്കും 2-ാം റാങ്കും ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ പോലും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് മുതലുണ്ടായിട്ടുള്ള പല പരീക്ഷകളിലും സമാനമായ രീതിയിൽ തന്നെ PSCയിൽ നിന്നുള്ള ഇടപെടലുകൾ, ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇന്ന് ഉദ്യോഗാർത്ഥികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇത് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളോളം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്ത് PSC പരീക്ഷ എഴുതി ആ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കപ്പെട്ട് അഡ്വൈസ് മെമ്മോയ്ക്ക് വേണ്ടി കാത്തുനിന്ന് പലപ്പോഴും പോസ്റ്റ് ഗ്രേഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തട്ടി നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടാതെ ദിവസങ്ങളും മാസങ്ങളുമൊക്കെ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനടക്കമുള്ള കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ ഒക്കെ ഭാഗമായി കൂടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എന്നെ സമീപ ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടി വരാറുള്ളത്, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഞങ്ങളെയൊക്കെ വന്ന് കാണുന്നതും PSC ഉദ്യോഗാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ ഒരു ആശങ്ക പങ്കുവച്ചു. അദ്ദേഹത്തെയും വന്ന് കാണുന്നതെല്ലാം മഹാഭൂരിപക്ഷവും PSC ഉദ്യോഗാർത്ഥികളാണ്. അതിനർത്ഥം കേരളത്തിലെ ഒരു വലിയ നിര ചെറുപ്പക്കാർ വളരെയധികം കാലം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ടും PSCയുടെ നിയമനങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ അധ്വാനത്തിന്, അവരുടെ പഠനത്തിന് അതിനൊന്നും യാതൊരു വില കൽപ്പിക്കാത്ത ഒരു സമീപനം PSC പോലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പരീക്ഷകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന ആശങ്ക ഞങ്ങളും പങ്കുവെക്കുകയാണ്. ഈ ആശങ്ക ഏതെങ്കിലും രീതിയിൽ പരീക്ഷ എഴുതി ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികളെ അവരെ മോശപ്പെടുത്തുക, അവരെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അവഗണിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ അർഹതപ്പെട്ട വിജയം ലഭിക്കാതെ പോയ ആളുകളുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് PSCയുടെ നാളിതുവരെ നടത്തപ്പെട്ട പരീക്ഷകളെ സംബന്ധിച്ച് ഒരു സ്ക്രീനിങ് നടത്തേണ്ടത് അത്യാവശ്യമാണ്.
വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഉയർന്ന റാങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വിജിലൻസാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. PSCയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ റാങ്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. 15 ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ നൽകണമെന്ന ഘട്ടം നിലനിൽക്കെ അപേക്ഷകൾ നൽകിയാലും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. ഉത്തരക്കടലാസിൻ്റെ കോപ്പി ലഭിക്കുന്നതിന് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ ഈ PSCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിൽ സർക്കാരിൻ്റെ സമീപനവും വളരെ പോസിറ്റീവായി തന്നെയാണ്. ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് സർക്കാരിനെ കൂടി അറിയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ 10 വർഷക്കാലം നടത്തപ്പെട്ടിട്ടുള്ള പല പരീക്ഷകളും ആ പരീക്ഷകളുടെ റിസൾട്ടുകളുമൊക്കെ ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയമായ PSCയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് ശിവരഞ്ജിത്തും നസീമും മുതൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം വന്നു നിൽക്കുമ്പോൾ ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരൊക്കെയാണെന്ന് പറയുമ്പോൾ PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുകയോ കേരളത്തിലെ PSCയാണ് ഏറ്റവും രാജ്യത്ത് തന്നെ ഈ സംവിധാനത്തിൽ ഏറ്റവും വിശ്വാസ്യതയുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ഇടതു സർക്കാരിൻ്റെ പ്രതിനിധികളും അവർ നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളും നിരന്തരമായി ഇത് തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. PSC ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോരാ, സർക്കാർ തലത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ആഭ്യന്തര അന്വേഷണം ഈ വിഷയത്തെ സംബന്ധിച്ച് എത്രത്തോളം ഗുണകരമാകുമെന്ന ആശങ്കയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഉയർന്ന റാങ്കിലുള്ള DGP IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ അന്വേഷണമാണ് ഇതിൽ വേണ്ടതെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ആ റാങ്കിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന അന്വേഷണം വേണം. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിമിതി വരുന്നത് ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമ്പോൾ തന്നെ അതിന്റെ മുകളിലുള്ള ആളുകളെ പറ്റി അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഉയർന്ന റാങ്കിലുള്ള ഹയർ ഗ്രേഡുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. അല്ല, സർക്കാർ ഈ വിഷയത്തിൽ PSCയുടെ ഈ ഒരു പോരായ്മയിൽ നേതൃത്വം കൊടുത്ത ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തപ്പെട്ടിട്ടുള്ള പരീക്ഷകളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ? ആ ആശങ്ക ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അതുകൊണ്ടാണ് ആ ആശങ്ക ഞങ്ങൾ സർക്കാരിനോട് കൂടി പങ്കുവെക്കുന്നതാണ് സൂചിപ്പിച്ചത്. സമയപരിധി ഉള്ളിൽ തന്നെ തീർക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. അത് സമയപരിധി കൂടി ഞങ്ങൾ ആവശ്യപ്പെടും. അതിൽ അനുഭവപൂർവ്വമായ പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ 10 വർഷത്തെ മുഴുവൻ PSC പരീക്ഷകളുമാണോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ PSC? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പല പരീക്ഷകളെ സംബന്ധിച്ചും ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയരുന്നു. ഇതിൽ നിയമപരമായ പോരാട്ടം നടത്തി ഈ മാർക്ക് ലിസ്റ്റ് ഉത്തരക്കടലാസിന്റെ കോപ്പി ലഭ്യമാക്കുന്നതിന് വേണ്ടി നിയമപരമായ പോരാട്ടം ഈ ആലപ്പുഴ മുഹമ്മദ് സ്വദേശി VS ജയലാൽ നടത്തിയത് കൊണ്ടാണല്ലോ 1 വർഷക്കാലം മുമ്പ് സർവീസിൽ കയറിയ ഒരു കാര്യത്തെ സംബന്ധിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടി ഉദ്യോഗത്തിന് കയറിയ ഒരു സംഗതിയെ സംബന്ധിച്ച് ഇപ്പോൾ പൊതുജനം അറിയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു പക്ഷേ ആരും അതിന് പുറകിൽ പോകാതിരുന്ന എത്രയോ നിയമനങ്ങൾ നടന്നു കാണും. ഇപ്പോൾ നിയമനം ലഭിച്ച ആളുകളെ സംശയത്തിന് നിലയിൽ നിർത്തുകയല്ല, നിയമനം ലഭിച്ചവരിൽ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായി കാണാം. പക്ഷെ അർഹതപ്പെട്ട പലരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണ്ടേ? അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഒരാളെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗൗരവകരമായൊരു കാര്യമല്ല. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നിരന്തരമായി തകർക്കപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇടപെടൽ ഉണ്ടായി എന്ന രാഷ്ട്രീയമായ ആരോപണം ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ നിലവിൽ ആക്ഷേപം ഉയർന്നു വന്ന പരീക്ഷകൾ, ഒന്ന് ഇൻഫർമേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട PRDയുടെ പരീക്ഷ, പ്ലാനിംഗ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം, പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അന്ന് മുതലേ തുടങ്ങിയതാണല്ലോ ഈ പറയുന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതാണല്ലോ. KS ബന്ധപ്പെട്ടും സമാനമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു, പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികളൊക്കെ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനത്തിന് ഗുണകരമല്ല. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും പവിത്രതയും സംരക്ഷിക്കപ്പെടണം. PSCയുടെ വിശ്വാസ്യതയും പവിത്രതയും സംരക്ഷിക്കപ്പെടണം. കാരണം PSCയെ വിശ്വസിച്ച് പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ളത്. എത്രയോ കാലത്തെ കഠിനാധ്വാനമാണ് ഓരോ PSC പരീക്ഷയുടെ പുറകിലും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചുള്ളത്. ഒരു റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെടുമ്പോൾ എത്രയോ കാലത്തെ കഠിനാധ്വാനമാണ്. പലപ്പോഴും ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ്.
ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിൻ്റെ പേരിൽ മാത്രം എത്രയോ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം. ഭരണമാറ്റത്തിൻ്റെതായ ഇടപെടൽ അവിടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ആശങ്ക കൂടി പരിഹരിക്കപ്പെടണം. ഈ പറയുന്ന സ്ക്രീനിങ് കൂടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷകളിലും സമാനമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു പരിശോധന ആവശ്യമാണ് എന്നാണ് ഞങ്ങൾ ഉന്നയിച്ചത്.